ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെ നമ്മൾ കാണാതാകുമ്പോൾ, എല്ലാവരും എന്നെ നോക്കിയേ, ഇവിടെ നമ്മൾ കാണാതാകുമ്പോൾ അവിടെ നമ്മൾ കാണണം. ഒന്നുകൂടെ, ഇവിടെ കാണാതാകുമ്പോൾ അവിടെ കാണണം. ഞാൻ ചിലപ്പോഴും മരണ വീട്ടിൽ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ദിവസം രാവിലെ ഇന്നാര് മരിച്ചു, പോയി. എവിടെ? ഇവിടെ ഉറങ്ങി നിത്യതയിൽ ഉണർന്നു. എത്ര വലിയ സന്തോഷമാണ്. ഒന്നും കൂടെ പറയട്ടെ, ഇവിടെ ആബ്സെൻ്റായി, ദൈവസന്നിധിയിൽ പ്രസൻ്റായി. എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വരവിനായി നമ്മളെ ഒരുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മരണത്തിനായും ഒരുങ്ങിയിരിക്കണം. അല്ലാതെ ഇടയ്ക്കുമല്ലോ അവൻ കയറി വരുമ്പോൾ ഇപ്പോഴും നീ വരും, നീ പ്രതീക്ഷിച്ചില്ല എന്നൊന്നും പറയാനിടയാകരുത്. ഞാൻ റെഡിയായിരിക്കുകയായിരുന്നു, നീ ലേറ്റായി പോയോ എന്ന ചിന്ത വേണം നമുക്കുണ്ടായിരിക്കാം. മോസ്റ്റ് വെൽക്കം. മരണദൂതൻ വന്നാൽ സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവ് ഒരുക്കുന്ന ആ ഭാഗ്യ അവസ്ഥയിൽ സ്ഥലത്ത് എത്തുവാൻ ദൈവമക്കളെ മരണത്തിനായി ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കേണ്ടെന്നോ മരിച്ചാൽ മതിയെന്നിരിക്കണമെന്നോ അല്ല ഞാനീ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. പക്ഷേ മരണത്തിനായും ഒരുങ്ങിയിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. മോശ ദൈവത്തോട് അപേക്ഷിച്ചത്, അടുത്ത സ്റ്റെപ്പ്, അടുത്ത വഴി എന്നെ കാണിക്കണം. ദൈവം അവനോട് പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. പുറപ്പാട് ദിവസം 33 അധ്യായം 14 തിരുവെഴുത്ത്. അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. മതി, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവമക്കളെ, ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മോശ നടന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു. എന്നാൽ മറ്റൊരാളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആ പുള്ളിയും ദൈവദാസനാണ്, പ്രവചിക്കുന്നവനാണ്, പ്രയോജനപ്പെടുന്നവനാണ്. പക്ഷേ ഒരു ദിവസം അവൻ ദൈവസാന്നിധ്യം വിട്ട് പോയി. ദൈവസാന്നിധ്യം വിട്ട് പോയി. യോനയുടെ പുസ്തകം 1 അധ്യായം 3 തിരുവെഴുത്ത് വായിക്കാം. യോനയുടെ പുസ്തകം 1 അധ്യായം 3 തിരുവെഴുത്ത്. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട്. മതി, യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൻ പുറപ്പെട്ടു. യഹോവയുടെ സന്നിധിയിൽ, സാന്നിധ്യത്തിൽ മോശ നടന്നു. മറ്റൊരു ദൈവദാസൻ അല്ലെങ്കിൽ പ്രവാചകൻ സാന്നിധ്യം വിട്ട് മറ്റൊരു വഴിക്ക് പോയി. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ യാത്ര സാന്നിധ്യത്തിനകത്താണോ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ AC വച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ AC വരത്തില്ല. എനിക്ക് AC വേണമെങ്കിൽ AC ഉള്ളിടത്ത് ഞാൻ നിൽക്കണം. നമുക്ക് തോന്നിയിടത്ത് നടന്നാൽ സാന്നിധ്യം കൂടെ വരത്തില്ല. സാന്നിധ്യം നഷ്ടപ്പെടാത്ത വഴികളിൽ നടക്കുവാനും ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുവാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ യോന പ്രവാചകൻ ദൈവ സാന്നിധ്യം വിട്ടുപോയി. ഒടുവിൽ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പ്രശ്നം ഗുരുതരമായപ്പോൾ സഹയാത്രികർ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ 10 വാക്യം ഒന്ന് വായിച്ചേ. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഏത് ദൈവ സാന്നിധ്യം വിട്ട് ഇങ്ങനെ പോകുവാൻ നീ മനസ്സ് വെച്ചത് എന്തിനാണ്? ഇന്ന് പകൽക്കാലം അവിടെ സഹയാത്രക്കാരാണ് ചോദിച്ചതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, ദൈവ സാന്നിധ്യത്തിൽ വന്നവരെ, ദൈവത്തിൻ്റെ അടുക്കൽ വന്നവരെ,
ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങിയവരെ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, സാന്നിധ്യം വിട്ടു പോകരുത്. സാന്നിധ്യം വിട്ടു പോകരുത്. അങ്ങനെ ചെയ്താൽ അപകടമാണ്. അങ്ങനെ ചെയ്താൽ അപകടമാണ്. സാന്നിധ്യം വിട്ടുപോയ ഈ യോന അനുഭവിച്ച ഗതികേട് നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർപ്പിച്ചെന്നാണ് നിങ്ങളുടെ വിചാരം. എൻ്റെ വിചാരം, സ്തോത്രം, ബിലയാം വല്ലാത്തൊരു സ്റ്റേജിൽ വന്നപ്പോൾ, മരിക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ദൈവമക്കളെ, ജീവിച്ചിരുന്നാൽ ഒരു ഭക്തനായി ജീവിക്കുക, മരിക്കുമ്പോൾ ഒരു ഭക്തനായി മരിക്കുക. സാന്നിധ്യത്തിൽ നിൽക്കുക, സാന്നിധ്യം വിട്ട് പോകരുത്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന് 3-ാമത്തെ തിരുവെഴുത്ത് ഇടയ്ക്കെപ്പോഴും നമ്മളൊന്ന് വായിച്ചതാണ്, ഒന്നും കൂടെ വായിക്കണം. നീ അവന്റെ സന്നിധി വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. മതി. ഓരോരുത്തരുടെയും മുഖത്തു നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. ഒരു കാരണവശാലും ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടോ പഴിചാരിക്കൊണ്ടോ, ചിലരൊക്കെ പറയുന്നത് അങ്ങനെയാണ്, അവർ നിമിത്തം, ഇവർ നിമിത്തം, വീട്ടുകാർ നിമിത്തം, സഭക്കാർ നിമിത്തം, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആയത്. ഒരു ന്യായവും പറഞ്ഞ് നീ ദൈവ സാന്നിധ്യം വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. ആ വാക്യം മോനെ ഒന്നും കൂടെ വായിച്ചേ. നീ അവന്റെ സന്നിധി വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. കഷ്ടങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഉപദ്രവങ്ങൾ വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, രോഗം വരട്ടെ, വേദന വരട്ടെ, ദാരിദ്ര്യം വരട്ടെ, ഒറ്റപ്പെടുത്തലുകൾ വരട്ടെ, അവഹേളനങ്ങളും അപഖ്യാതികളും വരട്ടെ, ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോകുവാൻ നീ ബന്ധപ്പെടരുത്. ഈ ദൂതാരം മറക്കരുത്. ഇനി ശ്രദ്ധിക്കൂ, മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. സാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നാൽ എന്താണ് പ്രയോജനം? ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാൻ ശ്രദ്ധിക്കും. ഒന്ന്, നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും സാന്നിധ്യത്തിനകത്ത് നിന്നാൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നമ്മുടെ കയ്യിലൊക്കെ ഫോണുകളുണ്ട്. ഈ ഫോണ് എത്ര കൂടിയതായാലും, ഏത് വിലപ്പെട്ട കമ്പനിയുടെ സിമ്മായാലും, സിഗ്നൽ ഇല്ലാത്ത ഇടത്ത് നിന്നാൽ, ചിലരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സംസാരിക്കുമ്പോൾ കിടന്ന് ആലറി വിളിച്ച് കൂവി വിളിച്ച് സംസാരിക്കുന്നത് കാണാം. എങ്കിലും അപ്പുറത്തിരിക്കുന്നവൻ കേൾക്കത്തില്ലെന്നുള്ളതാണ്. സ്വതന്ത്രം. എന്നാൽ വേറെ ചിലർ വർത്തമാനം പറയുമ്പോൾ അമേരിക്കയിലാണ് സംസാരിക്കുന്നത്, പക്ഷെ ഇവിടെ പതുക്കെ പറഞ്ഞാൽ മതി, അവിടെ സുഖമായിട്ട് കേൾക്കാം. പക്ഷെ മറ്റേ കൈ അമേരിക്കയിലാണ്. എന്താ കാര്യം? സാന്നിധ്യം, കവറേജിനകത്ത് നിൽക്കുകയാണ്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സാന്നിധ്യം. അപ്പോൾ സാന്നിധ്യത്തിനകത്ത് നിന്നാൽ ദൈവം പറയുന്നത് നമുക്കും കേൾക്കാം, നമ്മൾ പറയുന്നത് ദൈവത്തിന് കേൾക്കാം. നമ്മൾ കിടന്ന് ബഹളം വെച്ച് കൂവി വിളിച്ച് കാറി കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ പറഞ്ഞാൽ മതി, പുള്ളി കേട്ടോളൂ. സാന്നിധ്യത്തിനകത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, ഒന്ന് ശ്രദ്ധിക്കണമേ, ദാവീദ് രാജാവ് അകത്ത് ചെന്ന്, നമ്മൾ ഈ പുറത്ത് കിടന്ന് കവറേജ് ഇല്ലാത്തടത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും നടക്കാത്തത്. അകത്ത് ചെല്ലണം. ഈ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചിലർ വിചാരിക്കുന്നത് ഞാനും അങ്ങ് അകത്ത് തന്നെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റേ. ഈ പല വിഷയങ്ങളുടെ ഇടയിൽ, പല കാര്യങ്ങളുടെ ഇടയിൽ, പല ചിന്തകളുടെ ഇടയിൽ, എല്ലാത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ്
നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അത് പുറത്താണ്. സ്നേഹത്തോടെ ഓർപ്പിക്കാം, സാന്നിധ്യം ഉള്ളിടം വരെ അകത്ത് ചെല്ലണം. ആ സാന്നിധ്യം കിട്ടുന്നത് വരെ അങ്ങ് അകത്ത് ചെല്ലണം. ആ സാന്നിധ്യത്തിലോട്ട് ചെല്ലണം. സാന്നിധ്യത്തിനകത്തിരുന്നാൽ ആ ഇരിപ്പ് തന്നെ ഒരു സുഖമാണ്. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ ശരിക്കും മറ്റെല്ലാം മറന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സമയം അത്രയും നിങ്ങൾക്കൊരു സുഖമാണ്. അതേസമയം അതെല്ലാം കൂടെ ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ വന്നിരിക്കുമ്പോൾ ഒരു കൈയും കുത്തിയായിരിക്കും ഇരിക്കുന്നത്, എഴുന്നേൽക്കുമ്പം 2 കൈയും കുത്തി നടുവിനും പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യത്തിനകത്തിരിക്കുക. ദാവീദ് സാന്നിധ്യത്തിനകത്ത് കയറി അവിടെ ഇരുന്നു. എന്നിട്ട് കർത്താവായ യഹോവേ, നീ എന്നെ മോനെ ബാക്കി അല്പം കൂടെ ഉണ്ടെന്ന് തോന്നാണ്. സാന്നിധ്യത്തിനകത്ത് കയറി ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, അതാണ് ഇരുന്ന് കയറി വിളിച്ചു കൂവിയെന്നല്ല, സ്നേഹിതനോട് പറയാം കയറി ഇരുന്നു, സമാധാനമായിട്ടിരുന്നു പറയുകയാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ. അടിയില്ല, ബഹളമില്ല, കൂക്കുവിളിയില്ല, ഇളക്കമില്ല, ചാട്ടമില്ല, ഒന്നുമില്ല. സ്നേഹിതനോട് സംസാരിക്കും. നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ? സ്തോത്രം. സാന്നിധ്യം എന്ന് പറയുന്ന അതാണ്. സാന്നിധ്യം എന്ന് പറയുന്ന അതാണ്. സാന്നിധ്യം കിട്ടിയാൽ മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇവിടെ ദാവീദ് ദൈവത്തോട് സംസാരിച്ചതുപോലെ സ്നേഹിതനോടൊന്നുപോലെ കർത്താവിനോട് സംസാരിക്കാം. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. അത് ശരിക്കും അനുഭവിച്ചപ്പോൾ ദാവീദ് എടുത്ത ഒരു തീരുമാനം നമുക്കവിടെ വായിക്കാൻ പറ്റും. 139 സങ്കീർത്തനം 7-ാം വചനം. ഹല്ലേലൂയ. 139:7. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അടുത്ത് തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? എന്താ എൻ്റെ അർത്ഥം? ഈ സാന്നിധ്യം വിട്ട് ഞാൻ ഒരിടത്തും പോയില്ല. എല്ലാവരും എന്നൊന്ന് നോക്കിക്കേ. ആ സാന്നിധ്യത്തിൻ്റെ സുഖം ശരിക്കും അനുഭവിച്ചപ്പോൾ ദാവീദ് പറയാണ്, എനിക്ക് ഇത് മതി, ഇനി നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഈ തീരുമാനം എടുക്കണമെങ്കിൽ ഈ സാന്നിധ്യം ശരിക്കും അനുഭവിച്ചവരായിരിക്കണം. ഹല്ലേലൂയ. ആ കൂടെ നടക്കുന്ന, ആ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ദൈവവൈദ്യരെ പറയത്തുള്ളൂ, സ്തോത്രം, ഈ സാന്നിധ്യം വിട്ട് ഞാൻ പോകത്തില്ല. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ വലിയ കൂട്ടം വന്ന അപ്പോക്കെ തിന്നും തൃപ്തരായി. പിന്നെ ഉപദേശം വന്നപ്പോൾ പലരും വിട്ടുപോകാൻ തുടങ്ങി. വലിയൊരു കൂട്ടം വിട്ടുപോയി. അപ്പോൾ ശിഷ്യന്മാർ വന്ന് നിൽക്കുകയാണ്. ഞാൻ വിവരിക്കുന്നില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവിടെ ചൊറിഞ്ഞ് നിൽക്കുന്നത്? നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. സ്തോത്രം. 11 പേരും മൗനം പാലിച്ചപ്പോൾ ഒരുത്തൻ കയറി പറഞ്ഞു, ഞങ്ങളിവിടെ പോകാനാ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അടുത്ത് ശ്രദ്ധിക്കൂ. സാന്നിധ്യമുണ്ടെങ്കിൽ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം 12-ാം വചനം വായിക്കാം. യിരെമ്യാവ് 29:12. വേഗം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. കുഞ്ഞെ, ആ ഇടയ്ക്കുള്ള ഭാഗം ഒന്നും കൂടെ നോക്കി വായിച്ച. എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. എവിടെ നിന്ന് വേണമെങ്കിലും അപേക്ഷിക്കാം, എത്ര വേണമെങ്കിലും അപേക്ഷിക്കാം. എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ദൈവം പറയുന്നു, എൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് അപേക്ഷകൾ വന്ന് കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ എൻ്റെ, ശ്രദ്ധിക്കൂ, സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത് ഫസ്റ്റ് പ്രിഫറൻസ്, അത് ഞാൻ കേൾക്കും. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അപേക്ഷ ഇഷ്ടം പോലെ ഉണ്ട്. അപേക്ഷിക്കുന്നു. നിങ്ങൾ അപേക്ഷകരാകരുത്. സ്തോത്രം. ദൈവമക്കൾ ആരാണ്? ഭിക്ഷക്കാരല്ല. സ്തോത്രം. യാചകരല്ല. ദൈവമക്കൾ അവകാശികളാണ്. അവകാശികളാണെങ്കിൽ ആ സാന്നിധ്യത്തിനകത്ത് കയറി വരണം. അവിടെ നിന്ന് നിങ്ങൾ അവകാശം പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹന്നയെക്കുറിച്ച് ഒരു വാക്ക് അത് നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ. അവിടെ നടത്തിപ്പുകാരനായ പുരോഹിതന് ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് വേറൊരു ചിന്തയാണ് ഉണ്ടായത്. എന്നിട്ടും ഈ സാന്നിധ്യത്തിൽ നിൽക്കുന്നവരുടെ ഒരു പ്രയോജനം ഞാൻ നിങ്ങളോട് പറയാം. വളരെ കണ്ണീരോടെ വന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിഷയമൊക്കെ അറിയാം. പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, നിൻ്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. ഒറ്റ ശാസന. നമ്മളാണെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോവും, പറ്റുമെങ്കിൽ 10 പേരെ കൂടെ ഇറക്കിയും കൊണ്ട്. കാരണം വന്ന വേദന, അവളുടെ കരച്ചില്, അവളുടെ പ്രശ്നം അത്ര ഗുരുതരമായിരുന്നു. അവളങ്ങ് മനസ്സ് ഉരുകി കരയുകയാണ്. എന്നിട്ട് പുരോഹിതൻ പറയുന്നു, നിൻ്റെ ഞാൻ ഇന്നലെ രാത്രി നീ കൂടുതൽ കുടിച്ചു കാണും, അതാണ് ഇപ്പോഴും സുബോധം വരാത്തത്. പ്രൈസ്. സാന്നിധ്യത്തിൽ നിൽക്കുന്നവരെ എങ്ങനെ അറിയാം? തിരിച്ചുള്ള പ്രതികരണം കണ്ടറിയാം. ഹല്ലേലൂയ. പ്രതികരണം കണ്ടറിയാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗം വായിച്ചോ. അങ്ങനെയല്ല യജമാനനെ. അങ്ങനെയല്ല എന്തോന്ന് വിളിച്ചേ? നമുക്കിങ്ങനെ ഒരു ശാസനവല്ലതും കിട്ടിയ എന്ത് മോനെന്ന് വിളിച്ചെന്ന് കേട്ടാ മതി. ഇവിടെ വിളിച്ചത് നിങ്ങൾ കേട്ടോ? എന്തോ സ്വതന്ത്രം. സാന്നിധ്യത്തിൽ നിൽക്കുന്നവരുടെ പ്രത്യേകതയാണ്. സാന്നിധ്യത്തിൽ നിൽക്കുന്നവർക്ക് പ്രശ്നമില്ലെന്നല്ല, അകത്തുകൊണ്ട് പ്രശ്നം, പുറത്തുകൊണ്ട് പ്രശ്നം. പക്ഷേ ആ വിഷയം വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് സാന്നിധ്യത്തിൽ നിൽക്കുന്നതിൻ്റെ ലക്ഷണം. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. അങ്ങനെയല്ല യജമാനനെ. ബാക്കി, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുക? യഹോവയുടെ സന്നിധിയിൽ. ശ്രദ്ധിച്ച് കേൾക്കണം. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകർന്നു വെക്കുക. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. ആൾക്കാരെന്തും പറയട്ടെ, കൂടെയുള്ളവരെന്തും പറയട്ടെ, സ്നേഹിക്കുന്നവരെന്തും പറയട്ടെ, നീ സാന്നിധ്യത്തിൽ നിൽക്കുന്നു എങ്കിൽ, സാന്നിധ്യത്തിൽ നിൽക്കുന്നതിൻ്റെ ക്വാളിറ്റി നീ വെളിപ്പെടുത്തുന്നു എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. വിശ്വസിക്കുന്നവർക്ക് കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. അപ്പോൾ സാന്നിധ്യത്തിൽ നിന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. അടുത്ത കാര്യം ശ്രദ്ധിക്കൂ. സാന്നിധ്യത്തിൽ നിന്നാൽ വളരെ 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 സീരിയസ് ആയ ഒരു കാര്യം പറയണം. സാന്നിധ്യത്തിൽ നിന്നാൽ നിനക്ക് സ്വസ്ഥത കിട്ടും. പുറപ്പാട് പുസ്തകം 33:14 വായിക്കാം. അതിനവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. വല്ലതും പിടികിട്ടിയോ? സ്തോത്രം. എൻ്റെ സാന്നിധ്യം ഞാൻ നിനക്ക് തന്നാൽ, നീ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നാൽ നിനക്ക് എന്തോ കിട്ടും? അത് ഏത് സ്വസ്ഥത? ആരെങ്കിലും ശ്രദ്ധിച്ചോ? അത് ഏത് സ്വസ്ഥത? എൻ്റെ സ്വസ്ഥത. മനുഷ്യൻ തരുന്ന സ്വസ്ഥതയല്ല. ഇന്നിവിടെ ഇരിക്കുന്നവർ ശാന്തമായി ഒന്ന് ചിന്തിച്ച്, ഏതൊക്കെ വിഷയങ്ങളുടെയൊക്കെ നടുവിൽ എവിടെയൊക്കെയോ ജീവിക്കാൻ പോലും ഇനി തോന്നുന്നില്ല എന്ന നിലവാരത്തിൽ ചില വിഷയങ്ങളുടെ പ്രഷറുകൾ നമ്മെ കൊണ്ടെത്തിച്ചപ്പോൾ അവിടെ ചിന്തിച്ചിട്ടൊരന്തമില്ലാതെ മറുകര കാണാതെ ആകെ താളം തെറ്റി നിന്നപ്പോൾ ഈ സ്വസ്ഥതയല്ലേ നമ്മളെ ഇന്നും ജീവനോട് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ സ്വസ്ഥത ഞാൻ നിനക്ക് തരും. എൻ്റെ സ്വസ്ഥത ഞാൻ നിനക്ക് തരും. ഇതിനകത്ത് ഞാനൊരു ദൂത് പറയാം.
സ്വസ്ഥത അനുഭവിക്കുന്നത് പുറത്തല്ല, അതകത്താണ്. പ്രശ്നങ്ങൾ പലപ്പോഴും വരുന്നത് പുറത്തു നിന്നാണ്. സ്വസ്ഥത അനുഭവിക്കുന്നത് അകത്താണ്. ഇതിനകത്ത് ദൈവമക്കളൊരു സത്യം അറിയണം. നമ്മുടെ ഇവിടുത്തെ ജീവിതം സ്വസ്ഥത ഹനിക്കുന്ന അന്തരീക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എത്ര വിഷയങ്ങൾ വന്നാലും, എന്തെല്ലാം വന്നാലും, ഹബക്കുക്കിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാനോ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, അവൻ എൻ്റെ ഉള്ളിൽ സ്വസ്ഥത തന്നിരിക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും അതിൻ്റെയൊക്കെ നടുവിൽ പ്രതികരിച്ച് സ്തോത്രം, നമ്മുടേതായ വിഷയങ്ങളുടെയൊക്കെ നടുവിൽ കിടന്ന് കുഴയാതെ, അതങ്ങനെ ഇതിങ്ങനെ എല്ലാം വരട്ടെ, ഞാൻ ദൈവം തരുന്ന സ്വസ്ഥതയിൽ, ആ സ്വസ്ഥതയിൽ ഓരോ ദിവസവും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് കാരാഗ്രഹത്തിനകത്തിരുന്നും കൊണ്ട് പറയാണ് സന്തോഷിക്കൻ. എങ്ങനെ പറയാൻ പറ്റി? ആ സ്വസ്ഥത അനുഭവിച്ചത് കൊണ്ടാണ്. സ്തോത്രം. അല്ലാതെ പൗലോസേ ഞാൻ ചെയ്ത തെറ്റെന്തോന്നാണ്? സുവിശേഷം പറഞ്ഞു, ലേഖനം എഴുതി, അതുകൊണ്ട് എനിക്ക് കിട്ടിയ സമ്മാനം ജയിലാണ്. പ്രിയമുള്ളവരെ, കരയുക. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ഞാൻ ഇതിനകത്ത് കിടന്നുകൊണ്ട് നിങ്ങളോട് സന്തോഷിക്കാൻ പറയുമ്പോൾ ആശ്ചര്യം തോന്നുന്നു അല്ലേ? കാരണം ഇതാണ്, ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്നു. ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം സ്വസ്ഥത തരുന്നതാണ്. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. ദൈവ സാന്നിധ്യം ദൈവത്തിലെ സന്തോഷം കൊണ്ട് നമ്മെ ആനന്ദിപ്പിക്കും. ദൈവം തരുന്ന ആ സാന്നിധ്യത്തിൽ ദൈവം തരുന്ന ദൈവീക സന്തോഷം കൊണ്ട് നമ്മളെ ആനന്ദിപ്പിച്ചു കൊണ്ടേയിരിക്കും. സങ്കീർത്തനങ്ങൾ 21:6 വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 21:6. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. അവരെ ആനന്ദിപ്പിക്കുന്നു. സ്തോത്രം. അതാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. നിങ്ങളിവിടെ കയറി വരുമ്പോൾ മനുഷ്യരാണ്, നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. ശാരീരികമുണ്ട്, മാനസികമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം പുറത്ത് പറയാൻ പറ്റുന്നതല്ല. ഇത്തിരി പ്രശ്നങ്ങളാണ്. ഈ എല്ലാ പ്രശ്നവും കൊണ്ടാണ് യഹോവയുടെ ആലയത്തിൽ നമ്മൾ കയറി വരുന്നത്. എന്നെ നോക്ക്, ഇവിടെ വരുമ്പോൾ ആ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, ആ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടുന്നു എങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്ന ഭാരം, നിങ്ങൾ കൊണ്ടുവന്ന വേദന, നിങ്ങൾ കൊണ്ടുവന്ന ദുഃഖത്തിൻ്റെ ആ കെട്ട് എല്ലാം മഞ്ഞുരുകി പോകുന്നത് പോലെ, തീങ്ങൾ മെഴുകുരുകി പോകുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിൽ അതെല്ലാം ഉരുകിപ്പോയിട്ട് പകരം ദൈവത്തിലെ സന്തോഷം കൊണ്ട് നിങ്ങളെ ആനന്ദിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ആരാധന കഴിഞ്ഞൊക്കെ ദൈവമക്കളെ ഇറങ്ങിപ്പോകുമ്പോൾ മുഖത്ത് സ്ഫുരിക്കുന്ന ആ സന്തോഷം മറ്റുള്ളവരെ കാണുമ്പോൾ ചോദിച്ചു പോകും, നിങ്ങൾ എവിടെ പോയിട്ടാ വരുന്നേ? എന്താ കാര്യം? നിന്റെ മുഖത്ത് സ്ഫുരിക്കുന്ന ആ സന്തോഷം. നമ്മളൊരു ആരാധന കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ അങ്ങനെയാണോ? കൊണ്ടുവന്ന സന്തോഷവും കൂടെ ഇവിടെ കളഞ്ഞിട്ടാണോ പോകുന്നത്? അതോ ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് ആനന്ദിച്ചാണോ ഇറങ്ങിപ്പോകുന്നത്? ദൈവസാന്നിധ്യം. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 16:11. സങ്കീർത്തനങ്ങൾ 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ ചിലതിനെയൊക്കെ കാണുമ്പോഴോ കിട്ടുമ്പോഴോ ഒക്കെ ഒരു സന്തോഷമുണ്ട്. ചില കൂട്ടം കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ചിലരെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ചിലത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതൊന്നും പരിപൂർണമല്ല. ഇവിടെ വായിച്ചത് നിങ്ങൾ കേട്ടോ? ദൈവസന്നിധിയിൽ ദൈവം തരുന്ന സന്തോഷം പരിപൂർണമാണ്.
ഇത് ഹനിക്കുവാൻ ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല. നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല. കാരണം ഇത് പരിപൂർണ സന്തോഷമാണ്. ഇത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ഈ ദൈവം തരുന്ന സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സാന്നിധ്യത്തിൽ, ശ്രദ്ധിക്കണേ, ഈ സാന്നിധ്യത്തിൽ നിങ്ങൾ നടന്നാൽ, ജീവിച്ചാൽ, സ്തോത്രം, ഒടുവിൽ തേജസ്സിലേക്ക് കൊണ്ടുപോകും. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 27-ാമത്തെ ദൈവത്തിൻ്റെ വചനം വായിക്കാം. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും, യശസ്സും തേജസ്സും ഇവിടെയും അവിടെയും അവന്റെ സന്നിധിയിലും, ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. ഒടുവിൽ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ്. സാന്നിധ്യത്തിൽ നടന്നാൽ എടുത്തുകൊള്ളപ്പെടും. സാന്നിധ്യത്തിൽ ജീവിച്ചാൽ എടുത്തുകൊള്ളപ്പെടും. എവിടേക്ക്? സർവദാ ആ സാന്നിധ്യമുള്ള, ഏജസ്സുള്ള, തേജസ്സുള്ള, അത് വിവരിക്കാൻ എൻ്റെ നാവ് പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആ തേജസ്സിലേക്കാണ് ഈ സാന്നിധ്യം നമ്മെ നടത്തുന്നത്. നീ ഈ സാന്നിധ്യത്തിൽ നടന്നാൽ, ഈ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ, ഈ സാന്നിധ്യം നഷ്ടപ്പെടാതെ നീ കാത്തു സൂക്ഷിച്ചാൽ, സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നിലും നിന്റെ ചിന്ത, നിന്റെ ശബ്ദം, നിന്റെ നടപ്പ്, നിന്റെ പ്രവൃത്തി ആകാതിരുന്നാൽ, സാന്നിധ്യത്തിൽ തന്നെ നിൽക്കുമെങ്കിൽ, ഒടുവിൽ സാന്നിധ്യം മാത്രമുള്ള തേജസ്സിൻ്റെ രാജ്യത്തിലേക്ക്, തേജസ്സിലേക്ക് നിന്നെ നയിക്കും. അവിടെ ചെന്നാൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഓ പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത് ഒന്ന് വായിക്കാം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, അവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത ഭാഗം വായിക്കാൻ. അല്പകാലത്തേക്ക് നമുക്കിവിടെ എന്താണ് സഹിക്കാനുള്ളത്? കഷ്ടം. എല്ലാവരുടെയും കഷ്ടം ഒന്നുപോലെ അല്ലെന്നേ ഉള്ളൂ. ദൈവ മക്കൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. അതെല്ലാം ഒന്നുപോലെയല്ല, എല്ലാവർക്കും ഒന്നുപോലെയല്ല. അതുകൊണ്ട് ആരെയും നമുക്ക് വിധിക്കാൻ അവകാശമില്ല. സ്തോത്രം, സ്തോത്രം. ദൈവ മക്കളാണോ, സിയോൻ സഞ്ചാരിയാണോ, നീ നിത്യതയിലേക്കുള്ള യാത്രയിലാണോ, നിനക്കൊരു ദൂത് തരാം. ഈ ഭൂമിയിൽ നിനക്ക് കഷ്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവവചനത്തിന് വേറെടുത്ത് ഭാഗത്ത് വായിക്കുന്നത് കർത്താവിൻ്റെ മക്കളായി കഷ്ടം അനുഭവിക്കുന്നത് അതൊരു വരം എന്നാണ്. ഈ വരം ശരിക്കും അനുഭവിക്കുന്ന ദൈവമക്കൾക്കായ ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. ആ വാക്യം ശ്രദ്ധിച്ചോ, ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. 70 ഏറെ ആയാൽ 80, അല്ലെ രണ്ടും കൂടെ കൂട്ടിക്കോ 150, അതിനപ്പുറം പോകത്തില്ല. അല്പകാലത്തേക്ക്. ബാക്കി ഭാഗം വായിച്ചോ. ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇവിടെ അല്പകാലം നമ്മൾ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ മേലൊരു വിളിയുണ്ട്. എന്താണ് ആ വിളി? നിത്യ തേജസ്സിനായി, നിത്യ തേജസ്സിനായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തന്മാർ പണ്ട് കാലത്ത് പാടിയത്, ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യശാലികളാണ്. നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ആരെ? സാന്നിധ്യത്തിൽ നടക്കുന്നവരെ. സാന്നിധ്യത്തിൽ നടക്കുന്നവരെ. ചേർന്ന് നടന്നപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി, പിന്നെ കണ്ടില്ല. നീയും സാന്നിധ്യത്തിൽ നടന്നാൽ, ഒരു ദിവസം മരിക്കേണ്ടി വന്നാൽ ക്രിസ്തുവിൽ മരിക്കും. നീ വിശ്രാമ സ്ഥലത്തെത്തും. ജീവിച്ചിരുന്നാൽ നീ രൂപാന്തരം പ്രാപിക്കും. കാഹളം കേൾക്കുമ്പോൾ നിത്യ തേജസ്സിലേക്ക് എടുത്തുകൊള്ളപ്പെടും. നിത്യ തേജസ്സിലേക്ക് എടുത്തുകൊള്ളപ്പെടും.
ഇങ്ങോട്ടോക്കെ. ഇവിടെ കഷ്ടമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, നിന്ദയാണ്, അവഹേളനമാണ്, ഒറ്റപ്പെടുത്തലാണ്, എല്ലാം പ്രതികൂലമാണ്. ഒക്കെ ഇങ്ങോട്ടൊക്കെ വല്ല വിധേനയും ആ സാന്നിധ്യത്തിനകത്ത് നിന്ന്, സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ സാന്നിധ്യത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് നീ പോയി ഒടുവിൽ ആ നിത്യ തേജസ്സിൽ എത്തിയാൽ നിനക്കാകെ 2 നഷ്ടമേ ഉള്ളൂ, ബാക്കിയെല്ലാം ലാഭമാണ്. യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. വല്ലവിധനെ അവിടെ ചെന്നുപെട്ടാൽ, എത്തിയാൽ നഷ്ടം 2. ഏതെല്ലാം? ദുഃഖവും ബാക്കിയെല്ലാം ലാഭമാണ്. ഈ 2 നഷ്ടവും സഹിക്കാൻ മനസ്സുള്ളവരെ എല്ലാം ഈ സാന്നിധ്യത്തിൽ നടന്ന് ആ നിത്യ തേജസ്സിലായി എത്തണം. പ്രൈസ് ദി ലോർഡ്. 2 നഷ്ടം, 2 നഷ്ടം. എന്നെ ചിന്തിപ്പിക്കുന്ന ഭാഗമാണ്. ആനന്ദവും സന്തോഷവും പ്രാപിക്കും. തീർന്നില്ല, ഇതിൻ്റെ പുറത്തൂടെ നിത്യാനന്ദം അവിടെ തലമേലിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവിടെ ചെന്ന് പറ്റിയാൽ ഹല്ലേലൂയ, ഈ വലിയ ഭാഗ്യമാണ് ദൈവമക്കൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നത്.